അവൾക്ക് അത്രയും അടുത്ത് നിൽക്കുന്നവരോട് നിള അവളുടെ ഫീലിങ്സ് പ്രകടിപ്പിക്കൂ. മറ്റുള്ളവരുടെ മുന്നിൽ എന്തു വന്നാലും നിള നല്ല കൂളായി നിൽക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അവളുടെ പെട്ടെന്നുള്ള ഭാവത്തിൽ സേതിക്കൊന്നും തോന്നിയില്ല. കുറച്ച് തിരക്കിലായിരുന്നു നിള. അല്ല, താൻ വീട്ടിൽ പോയിട്ട് വേഗം ഇങ്ങ് വന്നോ? ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അന്നേരം ഇവൾ നടക്കാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. എവിടേക്കാണ് ഈ നടത്തം? ഈ വഴി ചുറ്റി കോളേജിൻ്റെ മുന്നിൽ കൂടി ഇങ്ങോട്ട് വരാനല്ലേ ഈ പോക്ക്? അവൻ ചിരിയോടെ തിരക്കി. അല്ലാതെ പിന്നെ എങ്ങോട്ട് പോവാനാ? ഇവിടെ തന്നെ ഒന്ന് പോയി വരാനുള്ള പെർമിഷൻ മാത്രം ആ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ, സേതി പറഞ്ഞു. 3:45 ആയിട്ടുള്ളൂ. 6 മണി വരെ സമയമില്ലേ? അതുണ്ട്. എന്നാൽ രണ്ടും ലെഫ്റ്റ് പിടിച്ചങ്ങ് നടന്നോ, ഞാൻ പിന്നാലെ ഉണ്ട്. അല്ല, ലെഫ്റ്റ് പിടിച്ചെങ്ങോട്ട്? സാറ് ഞങ്ങളുടെ കൂടെ വരുമൊന്നും വേണ്ട. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇത്രയും നാൾ സേതിയുടെ കസിനാണെന്നുള്ളത് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള കാരണം എന്താ? അറിയണമെന്ന് നിർബന്ധമാണോ? നിലയുടെ കൈയും കെട്ടി നിന്നുള്ള ചോദ്യത്തിന് അവനൊരു മറുചോദ്യം ചോദിച്ചു. പിന്നെ നിർബന്ധമാണ്. ഇവൾക്ക് ചങ്കും കരളും എന്ന് പറയാൻ ഞാനേ ഉള്ളൂ. എന്നോട് ഒളിക്കാനും രഹസ്യങ്ങളോ? സംശയത്തോടെയുള്ള നിലയുടെ നോട്ടത്തിൽ സേതി ഒന്നും അറിയാത്ത പോലെ മുകളിലേക്ക് നോക്കി. രഹസ്യങ്ങളൊക്കെ നമുക്ക് പൊളിക്കാന്നേ. രണ്ടുപേരും നടക്ക്. വിശ്വജിത്ത് അവരെ വിളിച്ച് മുന്നേ നടന്നു. റോഡിലൂടെ കുറച്ച് നടന്നിട്ട് ഒരു പറമ്പിൻ്റെ സൈഡിലൂടെയുള്ള മൺപാതയിലൂടെ ആയി പിന്നെയുള്ള നടത്തം. ആ നടത്തത്തിനിടയിൽ സംസാര വിഷയമായി വൃന്ദയും വൈഷ്ണവും സേതുവുമൊക്കെ കടന്നു വന്നു. നിള മിണ്ടാതിരിക്കുന്ന പ്രകൃതം അല്ലാത്തതുകൊണ്ട് അവരിൽ ഒരാളാവാൻ അവൾക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അവിടെ ആ നടത്തം ചെന്നെത്തിയത് പാടത്തിൻ്റെ സൈഡിലുള്ള തെങ്ങിൻ തിട്ടയിലാണ്. ആഹാ, അപ്പോൾ ഇതാണ് സാർമാരുടെ വെള്ളമടി കേന്ദ്രം. പാടത്തുനിന്ന് വീശുന്ന നല്ല ശക്തമായ കാറ്റുകൊണ്ട് തിട്ടയിൽ കൂടി നടക്കുന്നേരം നിള തിരക്കി. ഇതുകൊണ്ടൊക്കെയാണ് കസിനും ബന്ധമൊക്കെ മറച്ചു വച്ചത്. നിളയുടെ ചൂഴ്നോട്ടത്തിൽ നിന്ന് വിശ്വജിത്ത് മുഖം മാറ്റി. എടി ശരിയേ, അപ്പോൾ നിൻ്റെ ജിത്തേട്ടൻ അത്ര ക്ലിയറൊന്നുമല്ല. ശടാ, വല്ലപ്പോഴും ഈ കാറ്റൊക്കെ കൊണ്ട് രാത്രി നേരം 2 പെഗ് കഴിക്കുന്നത് ഇത്ര മോശമാണോ? കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട്? നിള സേതിയോട് തിരക്കി. സേതി അന്തം വിട്ട് നിൽപ്പാണ്. കാരണം വീട്ടുകാരുടെ ഇടയിൽ ഈ കാര്യത്തിൽ വിശ്വജിത്ത് പെർഫെക്റ്റ് ആണെന്നൊരു സംസാരമുണ്ട്. നീ ഇനി ഇതൊക്കെ അപ്പച്ചിയോട് ചെന്ന് പറയില്ലേട്ടോ സേതി. കഴിഞ്ഞ ന്യൂ ഇയറിൽ സാർമാരോടൊപ്പം ഇവിടെ വന്നിരുന്നു. അല്ലാതെ ഞങ്ങൾക്ക് ഈ പരിപാടി എന്നുമൊന്നുമില്ല. സേതിയുടെ നിൽപ്പ് കണ്ടവൻ വേഗം വിശദീകരിച്ചു. ഒപ്പം നിളയൊന്ന് നല്ലോണം നോക്കി. അവൾ ചിരിയൊതുക്കി നിൽപ്പാണ്. വൃന്ദയും വൈഷ്ണവും അറിയണ്ട. വല്യേട്ടൻ്റെ ആളുകളി അവർ ശരിയാക്കി വിടും. നീ പോയി പറയാതിരുന്നാൽ മതി. അബദ്ധമായോ ഇങ്ങോട്ട് വന്നതെന്നായി അവന്. അവൻ്റെ ആ ഭാവം നിള നല്ലോണം ആസ്വദിച്ചു. അങ്ങോട്ട് പോണോ? നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് തിരിച്ചു പോയാൽ പോരെ? തെങ്ങുംതിട്ടയിലൂടെ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങുന്നവരെ അവൻ തടഞ്ഞു. എന്തേ? അങ്ങോട്ട് നടന്നാൽ ഇനിയും പണിയാവുമെന്ന് തോന്നുന്നുണ്ടോ? നിള തിരിഞ്ഞു നിന്ന് അവനെ മൊത്തത്തിലൊന്ന് നോക്കി. നിങ്ങൾക്ക് 6 മണിക്ക് ഹോസ്റ്റലിൽ തിരിച്ചെത്തണ്ടേ? അങ്ങോട്ട് പോയാൽ വൈകും. വിശ്വജിത്ത് പാടത്തിൻ്റെ സൈഡിലേക്ക് കാലിട്ട് പുല്ലിലേക്കിരുന്നു. നിള അവൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പുറം സേതിയും. പാടത്തൂടെ ചുറ്റി വന്ന കാറ്റ് വിശ്വജിത്തിൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കുളിർപ്പിച്ചു. ആ ഇരിപ്പ് ഒരു സുഖമുണ്ടായിരുന്നു. നല്ല കുളിർത്ത കാറ്റും മുന്നിൽ പച്ചപ്പ് വിരിച്ച പാടവും. കൃഷിയില്ലേലും നല്ല ഭംഗിയിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകളും അതിൽ വിരിഞ്ഞു നിൽക്കുന്ന വയലറ്റ് പൂക്കളും കണ്ണിന് നല്ലൊരു കാഴ്ചയാണ്. ഈ വ്യൂ കൊള്ളാം. നമുക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ സേതി. അങ്ങനെ ഓടിക്കേറി വരാൻ ഇത് പബ്ലിക് പ്രോപ്പർട്ടി അല്ല, നിള പറഞ്ഞത് കേട്ട് വിശ്വജിത്ത് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നതോ? നിള അവന് നേരെ തിരിഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ താമസിക്കുന്ന ഹൗസിൻ്റെ ഓണറുടെ സ്ഥലമാണ്. നമ്മൾ നടന്നു വന്ന ആ ചരൽ റോഡ് മുതൽ ഇങ്ങോട്ട് ആളുടെ സ്ഥലമാണ്. ഈ പാടവും കുറച്ച് ഭാഗം ആളുടെയാണ്. പറമ്പൊക്കെ നോക്കി നടത്താൻ ഒരാളെ വച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് വരണമെങ്കിൽ ജിത്തേട്ടനെയും കൂട്ടി വിളിക്കണമെന്നർത്ഥം. സേതി നിളയ്ക്ക് പിന്നിലൂടെ തലയിട്ട് വിശ്വജിത്തിനെ നോക്കി. അവൻ ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിളയുടെ അവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ലേ? സംസാരം കുറച്ച് മുന്നിലെ കാഴ്ചയിലേക്ക് ഒതുങ്ങിപ്പോയവളെ നോക്കി അവൻ തിരക്കി. എൻ്റെ അവിടെയും ജിതിനേട്ടൻ്റെ അവിടെയും ഇല്ല. പക്ഷെ അച്ഛൻ്റെ അവിടെ പുഴയുണ്ട്. വീടിൻ്റെ അടുത്ത? സേതി തിരക്കി. അതെ,
തറവാടിൻ്റെ അപ്പുറം ഒരു മാമൻ്റെ വീടാണ്. അതിനപ്പുറം പുഴ. അവിടെയായിരുന്നപ്പോൾ കടവിൽ കളിക്കാൻ പോക്കൊക്കെ ഉണ്ട് ഞങ്ങൾ. ഞാനും ചേച്ചിയും കസിൻസും. വെക്കേഷനിടയ്ക്ക് ജിതിനേട്ടനും വരാറുണ്ട്. ജിത്തേട്ടൻ്റെ വീടും പുഴയുടെ അവിടെയാണ്. സേതിക്ക് കൂടുതൽ പറയാൻ തിടുക്കമായി. എവിടെയാ വരുന്നത്? അക്കരയാണോ ഇക്കരയാണോ? നിള അവനെ നോക്കി. മറുപടി പറയാതെ അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. നിള ആ നോട്ടത്തിൻ്റെയും ചിരിയുടെയും അർത്ഥമറിയാതെ മുഖം ചുളിച്ചു. നിങ്ങളവിടെ കടവിൽ കളിക്കുമ്പോൾ സൈക്കിളിൽ ആരെങ്കിലും പോകുന്നത് കാണാറുണ്ടോ? ചിരിയോടെ തന്നെയാണ് അവനത് ചോദിച്ചത്. നിള സംശയത്തിൽ കുറച്ചു നേരം അവനെ നോക്കി. പിന്നെ ചാടി എണീറ്റ് പിന്നോക്കം നിന്നു. അവളുടെ പ്രവൃത്തിയിൽ സേതിയും ഞെട്ടിപ്പിഴഞ്ഞെണീറ്റു. അന്ന് ചേച്ചിയെ വായി നോക്കിയത് സാറാണെന്നെങ്ങാൻ പറഞ്ഞ സത്യമായി ഞാൻ നിങ്ങളെ ചവിട്ടി പാടത്തേക്കിടും. അവളുടെ നിൽപ്പ് കണ്ട് അന്ന് തല്ലാൻ വടിയുമായി സൈക്കിളിൽ നിന്ന് പിന്നാലെ ഓടി വന്ന നിലയെയാണ് അവന് ഓർമ്മ വന്നത്. ദേ ചിരിക്കല്ലേ, നേര് പറഞ്ഞോ. നില ചവിട്ടാൻ റെഡിയായാണ് നിൽപ്പ്. സേതി അവളുടെ ഒരു കയ്യിൽ പിടിച്ചു വെച്ചു. വിമലേട്ടൻ, എൻ്റെ വല്യച്ഛൻ്റെ മോനാണ് ആള്. ഉറപ്പാണോ? നില വിശ്വാസമില്ലാതെ അവനെ നോക്കി. അവനൊന്ന് ചിരിയൊതുക്കി തലയാട്ടി. ഇങ്ങേര് പറയുന്നത് വിശ്വസിക്കാമോ? നില സേതിയെ നോക്കി. അവൾ അതിന് തലയാട്ടി. നിങ്ങൾ അവിടുന്ന് താമസം മാറും മുന്നേ അവർ ചെന്നൈയിലോട്ട് മാറിയിരുന്നു. അപ്പം നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ? നില കുനിഞ്ഞു ചെന്ന് അവനടുത്തേക്ക് മുട്ടിലിരിക്കാൻ പോകും മുന്നേ അവൻ അവിടുന്ന് എഴുന്നേറ്റു. എന്ത് തോന്നുന്നു, കണ്ടിട്ടുണ്ടോ? അവൻ പുരുകം രണ്ടും പൊക്കി അവളോട് തിരിച്ചു ചോദിച്ചു. നില തിരിഞ്ഞു സേതിയെ നോക്കി. മിണ്ടിയാലും മിണ്ടാതിരുന്നാലും പെടുമെന്ന അവസ്ഥയായി സേതി. അവൾ വിശ്വജിത്തിനെ നോക്കി. പാൻറ്റിലെ പൊടി തട്ടിക്കളഞ്ഞു ആള് നടക്കാൻ തുടങ്ങി. ദേ ചിത്തേട്ടൻ പോണ്. സേതി നിളയെ ചൂണ്ടിക്കാണിച്ചു. ഉത്തരം തന്നിട്ട് പോ സാറേ. നിള അവന് പിന്നാലെ ഓടിച്ചെന്നു. ഇതൊരു വഴിക്കാക്കാതെ മുങ്ങാൻ നോക്കുന്ന വിശ്വത്തിൻ്റെ പിന്നിലൂടെ പോയി ഒരിടി വെച്ച് കൊടുക്കാൻ തോന്നി സേതിക്ക്. ഉത്തരം നിള പറ. എന്നെ കണ്ടിട്ടുണ്ടോ മുമ്പ്? ഇല്ല. അപ്പോൾ സംശയം തീർന്നില്ലേ? ഏയ്, സാർ എന്താ ഒരുമാതിരി വഴുതി പോകുന്നത്? വഴുതുന്നൊന്നുമില്ല. നിങ്ങൾ വേഗം നടന്നേ. അധികം വൈകിയാൽ പറമ്പിൽ കൂടി ഇങ്ങനെ നടക്കാൻ പറ്റില്ല. വല്ല പാമ്പൊക്കെ കാണും. നിള നിന്ന് ചുറ്റും നോക്കി. വാഴക്കൃഷിയാണ് മൊത്തം. അതും പുല്ലുമൂടി കിടക്കുന്ന മണ്ണ്. പാമ്പില്ലെങ്കിലാണ് അത്ഭുതം. അവൾ സേതിയെ നോക്കി. സേതി ഒറ്റ ഓട്ടത്തിന് വിശ്വത്തിന് മുന്നിലെത്തി. അതോടെ നിളയും വേഗം വച്ചു പിടിച്ചു. റോഡിലേക്ക് കയറും വരെ രണ്ടാളുടെയും നടത്തത്തിൻ്റെ സ്പീഡ് കൂടുതലായിരുന്നു. റോഡിലെത്തിയതും നിള തിരിഞ്ഞ് വിശ്വത്തിനെ നോക്കി നിന്നു. സംശയങ്ങൾ തീർത്തിട്ട് ഞാൻ പോവുള്ളൂ എന്ന ഭാവമായിരുന്നു അവൾക്ക്. സേതി നോക്കിയത് നിളയെയാണ്. ഉച്ചയ്ക്ക് ആകെ സങ്കടപ്പെട്ട് ഹോസ്റ്റലിൽ വന്ന് കയറിയ ആളാണോ ഇത്? വിശ്വജിത്തിനോട് അടുക്കും തോറും അവളുടെ സങ്കടമൊക്കെ മാറുമെന്ന് സേതിക്ക് ഉറപ്പായി. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ എന്നറിഞ്ഞാൽ പോരെ? നിളയുടെ നിൽപ്പ് കണ്ട് വിശ്വജിത്ത് ചോദിച്ചു. മതിയല്ലോ. എന്നാൽ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഇവിടെ? എപ്പോ? ശരിക്കും പറ സാറേ. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ എന്നറിഞ്ഞാൽ മതിയെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞല്ലോ. എടി സേതി, ഈ സാറ് ഫുൾ ഉഡായിപ്പാണ് കേട്ടോ. നില സേതിക്ക് നേരെ തിരിഞ്ഞു. എന്നെ കൊലക്കി കൊടുത്ത് മതിയായില്ലേ? സേതി അവനെ നോക്കി തലയിൽ കൈവച്ചു. നടക്ക് നടക്ക്. അവൻ മുന്നേ നടന്നപ്പോൾ നില നിലത്ത് 2 ചവിട്ട് കൊടുത്തുകൊണ്ട് സേതിയെ നോക്കി. നീ വാ. സേതി അവളുടെ കയ്യിൽ പിടിച്ചു നടന്നു. വിശ്വജിത്ത് താമസിക്കുന്ന വീടിൻ്റെ മുന്നിലെത്തി. ഗേറ്റ് തുറക്കും മുന്നേ രണ്ടാളെയും തിരിഞ്ഞു നോക്കി. കൈ കോർത്ത് പിടിച്ച് നടന്നു വരുന്നുണ്ട്. രണ്ടിൻ്റെയും മുഖത്ത് അവനോട് നല്ല നീരസം തെളിഞ്ഞു കാണാം. അതേ, നിങ്ങളവിടുന്ന് താമസം മാറും മുന്നേ നീ വെള്ളത്തിൽ വായുവിൻ്റെ അളവ് ടെസ്റ്റ് ചെയ്യാൻ പോയത് ഓർമ്മയുണ്ടോ? ഗേറ്റിൽ കൈവച്ച് നിന്ന് അവൻ ചോദിച്ചത് സേതിക്ക് മനസ്സിലായില്ല. പക്ഷേ നിലയൊന്ന് ആലോചിച്ചു. അതിൻ്റെ ഭാവങ്ങൾ അതിശയമായും അമ്പരപ്പായും അവളുടെ മുഖത്ത് തെളിഞ്ഞു. അന്ന് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കാതെ പൊക്കിയെടുത്തത് ഞാനാണ്. നിള അതിശയത്തിൽ വായും തുറന്ന് കണ്ണും വീഴ്ച നിന്നുപോയി. ചെല്ല് സമയത്തിന് ഹോസ്റ്റലിൽ കയറ്. അവളുടെ നിൽപ്പ് കണ്ട് ചിരിയോടെ സേതിയോട് പറഞ്ഞവൻ ഗേറ്റ് തുറന്ന് കയറിപ്പോയി. ഞാനറിയാത്ത രഹസ്യങ്ങൾ ഇനി എന്താ ഇവർക്കിടയിൽ? നിളയുടെ നിൽപ്പ് കണ്ട് സേതിക്കും കൺഫ്യൂഷനായി.